ഒരുപാട് ആളുകൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ വീഡിയോകൾ കണ്ടതിന് ശേഷം അവർക്ക് പേടി കൂടുകയാണെന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പേടി മാറ്റാനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ പേടി നമുക്ക് താനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നമ്മുടെ വീട്ടിൽ പൈപ്പിൽ വെള്ളം വരുന്ന സിസ്റ്റത്തിന് കേടുണ്ട്, ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എന്താണ് ചെയ്യുക? പേടിച്ചിരിക്കുകയാണോ ചെയ്യുക? അല്ല, ഒരു പ്ലംബറെ വിളിക്കുന്നു, ആ പൈപ്പിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഹാർട്ടിലെ ബ്ലോക്കും ഹൃദയാഘാതവും ഏകദേശം ഇതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വീട്ടിലെ പൈപ്പ് കേടുവരുന്നതിനേക്കാളും സേഫ് ആണ് ഹാർട്ടിലെ പൈപ്പിന് കേടുവരുമ്പോൾ. കാരണം വീട്ടിലെ പ്ലംബിംഗ് പ്രശ്നങ്ങൾ ഏറ്റവും കൂടിയ അവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ പലപ്പോഴും നമ്മൾ അത് തിരിച്ചറിയുള്ളൂ. എന്നാൽ ഹാർട്ടിൻ്റെത് അങ്ങനെയല്ല. ചെറിയ ബ്ലോക്ക് വരുമ്പോൾ തന്നെ ഹൃദയം നമ്മളോട് സംസാരിച്ചു തുടങ്ങും. നടക്കുന്ന സമയത്ത് കിതപ്പ് വരാം, നടക്കുമ്പോൾ നെഞ്ചുവേദന വരാം. ഇതെല്ലാം ഹൃദയം നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ്. അതുപോലെ തന്നെയാണ് ഹൃദയത്തിലെ ബ്ലോക്കിന്റെ അവസ്ഥ കൂടി വരുന്നതും നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ദൂരം നടക്കുമ്പോൾ വന്നിരുന്ന നെഞ്ചുവേദന കുറഞ്ഞ ദൂരം നടക്കുമ്പോഴേക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് കൂടി വരുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വീട്ടിലെ പൈപ്പ് പോലെ പെട്ടെന്ന് കേടുവരുന്ന ഒന്നല്ല. കൃത്യമായിട്ടും ഹൃദയധമനികളുടെ ബ്ലോക്ക് നമുക്ക് വാണിംഗ് തന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇനി നമുക്ക് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു എന്ന് വിചാരിക്കാം. നമ്മൾ അധികം വൈകാതെ തന്നെ നല്ലൊരു ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ ഈ പൈപ്പിലെ കേട് മാറ്റിത്തരാൻ ഉടനെ തന്നെ നമുക്ക് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം കൂടെ ഞാൻ പറയാം. എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് നെഞ്ചുവേദനയായിട്ട് വരുന്ന രോഗികളിൽ 80% ആളുകൾക്കും ഹൃദയ സംബന്ധമായിട്ട് ഒരു അസുഖവും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നിങ്ങളിൽ പലർക്കും അനുഭവപ്പെടുന്ന നെഞ്ചുവേദന ഹാർട്ടായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. പലപ്പോഴും അത് ഗ്യാസിൻ്റെതായിരിക്കാം, മസിൽ പെയിൻ ആയിരിക്കാം, സ്ട്രെസ്സിൻ്റെതായിരിക്കാം. നേരെ മറിച്ച് നിങ്ങൾ ഹാർട്ടിനെ കുറിച്ച് കൂടുതൽ പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പേടി കൊണ്ട് മാത്രം നിങ്ങൾക്ക് നെഞ്ചിൽ അസ്വസ്ഥതകൾ വരാം, ശ്വാസത്തിന് ബുദ്ധിമുട്ട് വരാം, നെഞ്ചിടിപ്പ് കൂടാം, കാർഡിയോ ഫോബിയ വരെ സംഭവിക്കാം. നെഞ്ചുവേദനയായിട്ട് കൃത്യസമയത്ത് നമ്മൾ ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ 95% ആളുകൾക്കും ഒരു കേടുപാടും കൂടാതെ ഹൃദയം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. പണ്ടത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ മരണം സുനിശ്ചിതമായിരുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് ചുറ്റുപാടും കാത്ത് ലാബുകളുള്ള ഒരുപാട് ആശുപത്രികളുണ്ട്. ഫ്രീ ചികിത്സ കൊടുക്കുന്ന സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നെഞ്ചുവേദന വരുന്ന ഒരു വ്യക്തി ഒരിക്കലും സമയം വൈകിക്കാൻ പാടില്ല. കൃത്യസമയത്ത് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇപ്പോഴത്തെ കാലത്ത് അത്ര മാരകമൊന്നുമല്ല. ഹൃദയം നമുക്ക് തരുന്ന വാണിംഗ് അടയാളങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ, ഹൃദയത്തിന്റെ ചെക്കപ്പ് ആവശ്യമായ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ബിപിയും ഷുഗറും കൊളസ്ട്രോളും കൃത്യമായിട്ട് നമ്മൾ ചികിത്സിക്കുന്നുണ്ടെങ്കിൽ ഹൃദ്രോഗത്തെക്കുറിച്ച് അനാവശ്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള പാനിക് മാറ്റാനുള്ളതാണ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നോളജ് ബീറ്റ്സ് ഫിയർ എന്നാണ് പറയുക. അറിവ് പേടിയെ തോൽപ്പിക്കും. അതാണ് നമ്മൾ അറിയേണ്ടത്.